എല്ലാവർക്കും നമസ്കാരം. SBI ലൈഫിന്റെ ഏറ്റവും മികച്ച ഒരു വെൽത്ത് ക്രിയേഷൻ പ്ലാനാണ് സ്മാർട്ട് പ്രിവിലേജ് പ്ലസ് എന്ന് പറയുന്ന പ്ലാൻ. ഈ പ്ലാൻ ആർക്കൊക്കെ ചേരാം, അതിന്റെ ക്രൈറ്റീരിയ എന്താണെന്ന് ആദ്യം നോക്കാം. നമുക്ക് ഇതിന്റെ മിനിമം പ്രീമിയം 6 lakhs ആണ്. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള 18 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ ഒരു പ്ലാനിൽ ചേരാൻ പറ്റുന്നത്. മാക്സിമം ഏജ് എന്ന് പറയുന്നത് 70 വയസ്സാണ്. ഇതിന്റെ മിനിമം പോളിസി ടൈം എന്ന് പറയുന്നത് 5 വർഷമാണ്. ഇവിടെ നമുക്ക് ഈ പ്ലാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇതിന്റെ 5 വർഷമാണ് പ്രീമിയം കാലാവധി വരുന്നത്. ഈ 5 വർഷം അടച്ചിട്ട് 6th ഇയർ ഓൺവേർഡ്സ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഫണ്ട് വിഡ്രോ ചെയ്യാം. കാലാവധി 1 മുതൽ 15 വർഷമോ അല്ലെങ്കിൽ 20 വർഷമാണ് നമ്മൾ കാലാവധി വെക്കുക. 5 വർഷം മാത്രമാണ് നമുക്ക് പ്രീമിയം അടവ് വരുന്നത്. 5 വർഷം കഴിഞ്ഞിട്ട് 6ാമത്തെ വർഷം മുതൽ 10ാമത്തെ വർഷം വരെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ ഫണ്ടിന്റെ റിട്ടേൺസ് എന്താണ്? ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്താണ്. SBI ലൈഫ് സ്മാർട്ട് പ്രിവിലേജ് മിഡ് ക്യാപ് ഫണ്ട്. അതുകൊണ്ടാണ് അത് കംപ്ലീറ്റ് എനിക്ക് എടുക്കാത്ത സ്ക്രീൻഷോട്ട് ആണ് എടുത്തത്. സ്മാർട്ട് പ്രിവിലേജ് മിഡ് ക്യാപ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ വരും. നോക്കൂ, 5 വർഷത്തെ ആവറേജ് റിട്ടേൺസ് എന്ന് പറയുന്നത് 24%. ഈ 24% റിട്ടേൺസ് നമുക്ക് കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് നിക്ഷേപിക്കപ്പെടുന്നത് SBI ലൈഫിന്റെ മിഡ് ക്യാപ് ഫണ്ടിലാണ്. ശ്രദ്ധിക്കും, ഇവിടെ മിഡ് ക്യാപ് ഫണ്ടിന്റെ ഒരു ഡീറ്റെയിൽ പോർട്ട്ഫോളിയോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. മിഡ് ക്യാപ് ഫണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള കമ്പനികളിലാണ് ഈ ഫണ്ട് നിക്ഷേപിക്കുന്നത്. നോക്കൂ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ 6%, ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് എഞ്ചിനീയറിംഗിലെ 13%, സിമെന്റ് ഇൻഡസ്ട്രിയിലെ അല്ലെങ്കിൽ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ 3%, ഫിനാൻഷ്യൽ സെക്ടറിൽ 23%. അങ്ങനെ ഇന്ത്യയിലെ പെർഫോമിംഗ് ആയിട്ടുള്ള പല സെക്ടേഴ്സിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണെങ്കിൽ അത്രയും ശതമാനം, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് 9%, IT സെക്ടറിലാണെങ്കിൽ 14%, പവർ സെഗ്മെന്റിലാണെങ്കിൽ 3.95%. ഇവിടെ ഇതെല്ലാ സെഗ്മെന്റൂടെ ഒറ്റയടിക്ക് താഴോട്ട് പോകില്ല. ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത് വളരെ ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജറാണ് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സെക്ടറിൽ ഓയിൽ പ്രൈസ് കുറയുമ്പോൾ ഓയിൽ നാച്ചുറൽ ഗ്യാസിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഷെയറുകൾക്ക് ഒരു താഴോട്ട് പോകും. അങ്ങനെ പോകുമ്പോൾ ഈ ഫണ്ട് എടുത്ത് ഒന്നുകിൽ ബാങ്കിംഗ് സെക്ടറിലോട്ടോ ഇല്ലെങ്കിൽ അവിടുന്ന് വേറൊരു സെക്ടറിലോട്ടോ സ്വിച്ച് ചെയ്യുന്ന ജോലിയാണ് ഫണ്ട് മാനേജർ ചെയ്യുക. അങ്ങനെയാണ് ഈ ഫണ്ട് വളരെ ഹൈലി എഫിഷ്യന്റ് ആയിട്ട് ഫണ്ട് മാനേജ് ചെയ്യുന്നതും ആ ഫണ്ടിന് 24% റിട്ടേൺസ് കിട്ടുന്നതിന്റെ പ്രധാന കാരണം ഇതേപോലെ സെക്ടോറിയൽ അലോക്കേഷനാണ്. ഇനി ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത ആർക്കെങ്കിലും ഫണ്ട് കിട്ടിയിട്ടുണ്ടോ, ആർക്കെങ്കിലും നമുക്ക് നല്ലൊരു റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടോ, ഒരു എക്സിസ്റ്റിംഗ് കസ്റ്റമറുടെ ഡീറ്റെയിൽ കൂടെ പറഞ്ഞു നിർത്താം. സ്മാർട്ട് പ്രിവിലേജ് ലിമിറ്റഡ് പ്രീമിയം കണ്ടില്ലേ, ഇത് 11/8 എടുത്ത ഒരു സാറിന്റെ കൊട്ടേഷനാണ്. നോക്കൂ, 31/3/2024 ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 ഈ കസ്റ്റമർ എടുത്തത്. 10 ലക്ഷം രൂപ വെച്ചിട്ട് 50 ലക്ഷം രൂപയാണ് ടോട്ടൽ ബേസ് പ്രീമിയം അടച്ചേക്കുന്നത്. ഈ കസ്റ്റമർക്ക് കിട്ടിയ ഫണ്ട് എന്ന് പറയുന്നത് 91,87,000 രൂപയാണ്. ഇപ്പോഴത്തെ 14/8 ഇന്നത്തെ ഡേറ്റ് ഇട്ട് ഫണ്ട് എടുത്തതാണ്, ഫണ്ട് വാല്യൂ എടുത്തതാണ്. നോക്കൂ, 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത കസ്റ്റമർക്ക് 91,87,000 രൂപയാണ് ഫണ്ട് ഉള്ളത്. ഇനി ഇവിടെ TDS ഉണ്ടോ? ആപ്ലിക്കബിൾ TDS ഇല്ല. കമ്മ്യൂട്ടേഷൻ പെർസെന്റേജ് 0 TDS റേറ്റ് 31%. അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം, 100% TDS ഇല്ലാതെ ഇവർക്ക് വൈറ്റ് മണി ആയിട്ട് അവരുടെ അക്കൗണ്ടിലോട്ട് കിട്ടുന്നതാണ്. NRI ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് NRI റീപാർട്ടേഷൻ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ NROയിലോട്ട് വേണമെങ്കിൽ NROയിലോട്ട് വരും. ഒരു കാര്യം മനസ്സിലാക്കുക, SBI ലൈഫിന്റെ സ്മാർട്ട് പ്രിവിലേജ് എന്ന് പറയുന്ന പ്ലാൻ ഏറ്റവും നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടുന്ന ഒരു വെൽത്ത് ക്രിയേഷൻ പ്ലാൻ തന്നെയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഇത് അയച്ചു തരുന്ന എക്സിക്യൂട്ടീവിനെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.